ജനസംഖ്യാ പരിണാമം. സർ, 2024 കേരളത്തിൽ 3.48 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 2014 ഇത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുമ്പ് 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ജനിച്ചിരുന്ന സ്ഥാനത്താണ് ഈ വലിയ കുറവുണ്ടായിരിക്കുന്നത്. സർ, ജനസംഖ്യാ പരിണാമവുമായി കൂട്ടിച്ചേർത്ത് വേണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഉള്ള കുടിയേറ്റത്തെയും കാണാൻ. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന തൊഴിലാളികളുടെ അഭാവം അനുഭവപ്പെടുമ്പോൾ കേരളീയർ വിദേശത്തൊട്ടും മെച്ചപ്പെട്ടതല്ലാത്ത സാഹചര്യത്തിൽ പണിയെടുക്കുന്ന സ്ഥിതിയുണ്ട്. പ്രവാസം ഒട്ടേറെ പേർക്ക് വലിയ നഷ്ടക്കച്ചവടമായി തീരുന്ന അനുഭവമുണ്ട്. വിദേശത്തെ തൊഴിൽ കമ്പോളത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാതുള്ള കുടിയേറ്റമാണ് ഇതിന് കാരണം. വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലും ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. 2024 കണക്കുകളനുസരിച്ച് പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഒന്നാമതാണ്. 21% കേരളത്തിലേക്ക് പ്രവാസികളാണ് സംഭാവന ചെയ്യുന്നത്. സർ, ലോക കേരള കേന്ദ്രം. സർ, പ്രവാസികളുടെ നാടുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. ലോക കേരള കേന്ദ്രത്തിൽ ഇതിനായി കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഒരുക്കണം എന്നതാണ് നിർദ്ദേശം. കേരളീയ ഭക്ഷണവിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഫുഡ് കോർട്ടുകൾ, നാടൻ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനശാലകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, സമീപ ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടൂർ പാക്കേജുകൾ തുടങ്ങി ലോക കേരള കേന്ദ്രത്തിൽ ലഭ്യമാകണം. കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. പ്രവാസി സംഘടനകൾക്ക് അവരുടെ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി നാട്ടിലേക്ക് വിനോദസഞ്ചാര പരിപാടികൾ സംഘടിപ്പിക്കാം. സർ, ഇതിന് പ്രത്യേകമായ ഇൻസെൻറ്റീവ് അനുവദിക്കും. വാടകയ്ക്ക് നൽകാൻ, സ്വന്തമായി പാർപ്പിടം വാങ്ങാനും തയ്യാറെങ്കിൽ വാടകയ്ക്ക് നൽകാനും പ്രായമായവർക്കും അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യം ഒരുക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. ഈ പദ്ധതിക്ക് പ്രാഥമികമായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പശ്ചാത്തല മേഖല. പശ്ചാത്തല മേഖലയിൽ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ വലിയ പുരോഗതി കൈവരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദേശീയപാതകൾ മുതൽ ഗ്രാമീണ പാതകൾ വരെയുള്ള റോഡ് ശൃംഖല, ഗെയിൽ പൈപ്പ് ലൈൻ, അന്തർ സംസ്ഥാന വൈദ്യുതി പ്രസരണ സംവിധാനം, ഫോൺ ഉൾപ്പെടെ വിവരസാങ്കേതിക രംഗത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ദേശീയ ജലപാത, വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങളുടെ വികസനം, കൊച്ചി കൽപ്പനശാലയുടെയും തുറമുഖത്തിൻ്റെയും പുരോഗതി എന്നിങ്ങനെ കേരളീയരുടെ ആത്മാഭിമാനവും സംരംഭകരുടെ താല്പര്യവും 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് നിലവിലുള്ള റെയിൽവേ സൗകര്യങ്ങളുടെ അപര്യാപ്തത എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതിവേഗ റെയിൽപാത വേണം എന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. സർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് 2028 ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ ധാരണയായി. ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ്. ടൈം ഓവർറണ്ണിൻ്റെയും കോസ്റ്റ് ഓവർറണ്ണിൻ്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കി 2045 പൂർത്തിയാക്കാൻ കണക്കുകൂട്ടിയ കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2028 പൂർത്തിയാവുന്നത്. സർ, തുറമുഖ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കേണ്ട മുഴുവൻ ചെലവും ഇതുവരെ വഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ കേന്ദ്രം ഏറ്റിരുന്ന തുകയും സംസ്ഥാനം നൽകേണ്ട അവസ്ഥയാണ്. സർ, തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. സർ, കൊച്ചി മെട്രോ റെയിലിൻ്റെ വികസനം ഉറപ്പാക്കും. അതോടൊപ്പം തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകളും യാഥാർത്ഥ്യമാക്കണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. സർ, തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 തന്നെ ആരംഭിക്കും. സർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുകയും കണ്ടെയ്നർ നീക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ റോഡുകളുടെ ട്രാഫിക് സമ്മർദ്ദം ഉയരും. ദേശീയപാതകളോടൊപ്പം സംസ്ഥാന പാതകളുടെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർ, ഇതിൻ്റെ ഭാഗമായി വിവിധ ഡെവലപ്മെൻറ്റുകൾ ഉയർന്നു വരുന്നുണ്ട്. റെയിൽവേ ക്രോസിങ്ങുകളുടെ തടസ്സം ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള എല്ലാ ലക്ഷ്യവും പൂർത്തീകരിക്കാൻ ശ്രമിക്കും.